അല്ല, ആരോപണങ്ങളുണ്ടായാലും പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് എന്നല്ല എന്തിലും നമുക്കുണ്ടാകാം. എല്ലാത്തരം ഡാമേജും ഉണ്ടാവുമല്ലോ. പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഡാമേജ് ഉണ്ടാകും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ ആരോപണങ്ങളാണല്ലോ അത് വളരെ പ്രൂവിയായിട്ട് വളരെ അത് പറയാം. അതെല്ലാവരും സുഹൃത്തുക്കളാണ്, അവരെല്ലാവരും ഒന്നിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ. ഒരു സർവ്വനാമം ചേർത്തേ പറയുള്ളൂ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തന പ്രശ്നം ഉണ്ടായാലും അടങ്കല്ലേ പറയുള്ളൂ ഇപ്പം. അല്ല, അത് കാണുന്ന ഇത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് 2-2.5 കൊല്ലം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും റോട്ടിൽ വെച്ചിട്ടുള്ള കല്ലേറും തടഞ്ഞു നിർത്തലും നിയമസഭ സമീപിക്കലും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ. ഞാൻ അതാ പറഞ്ഞു, ഇതൊന്നും ഒരു ആദ്യമായിട്ടുണ്ടായൊരു സംഭവം പോലല്ല. ഒരു എന്ത് നമ്മൾ പറഞ്ഞാലും മുമ്പുണ്ടായ കാര്യങ്ങളെ രണ്ട് പാർട്ടിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. ഇത് തുരുത്തലുകളൊക്കെ തുടങ്ങണമെങ്കിൽ എവിടുന്നോ തുടങ്ങണമായിരുന്നു. അതുകൊണ്ട് കൺക്ലൂഷൻ ആകുന്നത് വരെ, ഒരു തീരുമാനമാകുന്നത് വരെ, ഇനി വിധി വരുന്നതെന്ന് വരെ എന്ന് പറയാൻ പോലും ഒരു കേസ് പോലും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇത് എവിടുന്ന വിധി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതാണ് അത് നമ്മൾ അന്ന് വിവാദം വന്നപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ആരോപണങ്ങളാണ് വന്നതെന്ന് നമുക്കും പറയാൻ പറ്റുന്നുള്ളൂ, അല്ലേ? അത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലല്ലോ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉമ്മൻചാണ്ടി സാറിൻ്റെ വിഷയമായിരുന്നോ? അതല്ലല്ലോ വിഷയം ഉണ്ടായിരുന്നല്ലോ. അധികാരത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ കേസ് വല്ലതും ഉണ്ടായിട്ടാണോ 10 കൊല്ലം ഇല്ല? അപ്പോൾ അതല്ലല്ലോ, അതുകൊണ്ടല്ല 10 കൊല്ലം. അത് മാറിയിരിക്കുന്നതിനും മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് മാറുന്നതിനും കോവിഡ് സമയത്തുള്ള ഇലക്ഷനായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്